പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളാൽ മാത്രമായി പ്രയത്നിച്ചാൽ നമുക്ക് സാധിക്കാത്ത ഒരു കാര്യവുമില്ല. എല്ലാം എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിൽ നമ്മുടെ ജീവിതം സന്തുഷ്ടമാക്കാൻ നമ്മൾ പ്രയത്നിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും. അത് ഞാനിപ്പോൾ പറയാൻ കാരണം, ഞാൻ എൻ്റെ ലൈഫിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ള പല പ്രാവശ്യവും എനിക്ക് തോന്നുന്നു, എങ്കിലും ഇന്ന് വീണ്ടും പറയുക. മക്കളെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച മനപ്രയാസം വേറൊരു മനുഷ്യരും അനുഭവിച്ചിട്ടില്ല. ഒരപ്പൻ്റെ മകനും മൂത്ത മോളും ഇളയ മകൻ ഞാൻ എൻ്റെ ഓർമ്മയായ സമയം തൊട്ട് നിങ്ങളോട് ഞാൻ പറയാം, നേരത്തെ പറഞ്ഞിട്ടുള്ള എന്നെ അച്ചപ്പെട്ടത് നേർന്നിട്ടുള്ളതായിരുന്നു. ഞാൻ 10 വയസ്സ് മുതൽ 16 വയസ്സ് വരെ ദേവാലയ പുത്തയ്യാവിൽ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ രാവിലെ 6:30 കുർബാന അപ്പോൾ ഉണ്ടാക്കുന്ന കപ്പ്യാരോട് സഹകരിച്ച് അത് കഴിഞ്ഞ് എല്ലാം പള്ളിയിലെ എല്ലാ കാര്യം കഴിഞ്ഞിട്ട് തിരിച്ച് വരത്തുള്ളായിരുന്നു. അപ്പോൾ ഒരു കാര്യം, ഈ 6 വർഷത്തിനോടകം ഞാൻ നിങ്ങളോട് പറയാം, ഞാനൊന്നും കണ്ണടച്ച് വിശ്വസിക്കുന്നവനല്ല. ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യും, മനസ്സിലാക്കുകയും ചെയ്യും. ഞാൻ ഈ 6 വർഷം ദേവാലയത്തിൽ രാവിലെ പോയി എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, എന്നെ അച്ചപ്പെട്ടത് നേർന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, എല്ലാം ഉണ്ട്. ഞാൻ ആത്മാർത്ഥതയും വിശ്വസ്തയും ഉള്ളവനായിരിക്കും തീർച്ചയായിട്ടും. എങ്കിലും വിശുദ്ധി എന്നിലുണ്ടായിരിക്കത്തില്ല. ഉണ്ടായിരിക്കത്ത കാരണം ദൈവിക വേല. ഇന്നത്തെ കാലം കുട്ടന്മാരുടെ കൂടെ ഓട്ടസഭയിലെ വണ്ടിക്കകത്തും അവിടെ ഇവിടെ നടക്കുന്ന കാര്യം പോലെ പോകാനല്ല ഞാൻ ചിന്തിച്ചത്. അന്ന് ഞാൻ ചിന്തിച്ചു, ഇതെന്നെ കൊണ്ട് സാധിക്കത്തില്ല. വിശുദ്ധി മനുഷ്യൻ തെറ്റുപറ്റാം, അതുകൊണ്ട് അതിന് പോകുന്നില്ല എന്ന് വെച്ചു. അതുകൊണ്ട് എൻ്റെ ഫാദർ എന്നോട് പറയും, തുടക്കം. അതിന് ശേഷമാണ് ഞാൻ പറയാം, എൻ്റെ മക്കളെ, എൻ്റെ ചുറ്റുപാടിലുള്ള സഹപാഠികളെല്ലാം അവരുടെ ഫ്രീഡം അവർക്കുണ്ട്, പക്ഷേ എനിക്കില്ലായിരുന്നു. ഞാൻ സ്കൂളിൽ വന്നാൽ പശുവിന് പോയിട്ട് പറിക്കും, ഇത് കഴിഞ്ഞിട്ട് ഞാൻ അല്പസമയത്തേക്ക് കൂട്ടുകാരുടെ ബോൾ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുമായിരുന്നു. അന്ന് എനിക്ക് തല്ലായിരുന്നു കിട്ടിയിരുന്നത്. വീട്ടിൽ വരുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. ഈ അന്ധവിശ്വാസമാണോ മനുഷ്യനെ നശിപ്പിക്കുന്നത്? അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, എൻ്റെ അമ്മയുടെ അന്ധവിശ്വാസത്തെക്കുറിച്ച്. ആ സ്ത്രീ എപ്പോഴും പറയും, ഒറ്റ മോൻ നന്നായി വരത്തിൻ്റെ കാരണം. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു ഉദാഹരണമല്ല, സംഭവിച്ച കാര്യം എന്തുകൊണ്ട് സംഭവിച്ചു നീ സ്ത്രീ ചിന്തിക്കുന്നില്ല. മനുഷ്യനെ നശിപ്പിച്ച് കാശുണ്ടാക്കിയവൻ്റെ മക്കൾ നന്നായി വരുമോ? അത് ചിന്തിക്കാറുള്ള കഴിവ് ആ സ്ത്രീക്കില്ലായിരുന്നു. പുള്ളിക്കാരത്തി വലിയ പഠിപ്പില്ലായിരുന്നു, 4ാം ക്ലാസ്. പുള്ളിക്കാരത്തി ആ
ചുറ്റുപാട് കണ്ടു പറഞ്ഞു ഒറ്റ മോൻ പഴയ ഒരു പഴഞ്ചൊല്ലാണ് ഒറ്റ മോൻ നന്നായി വരുന്നത്. അത് തന്നെ എനിക്ക് ഇങ്ങോട്ട് പോകാനൊക്കെ എനിക്കത് തന്നെയല്ല. എനിക്കൊരു തത്ത ഉണ്ടായിരുന്നു അടുക്കളയുടെ കിഴക്കുവശത്ത് കെട്ടി കൂട്ടിട്ടതാണ്. അതെന്നെ എങ്ങും വിടത്തില്ല. ഞാൻ പാത്ത് പൊളിച്ച് പോയാലുണ്ട് അച്ഛ കുഞ്ഞെന്നും വിളിക്കും. അത് കേൾക്കുമ്പോഴത്തേക്ക് ഇവിടുന്ന് തള്ള ഇറങ്ങി നോക്കി വെച്ച് അപ്പൻ വരുമ്പോൾ പറഞ്ഞു കൊടുക്കും. ഇതായിരുന്നു ബോൾ പാൽവരെ കളിക്കാൻ പോകാനൊക്കെ ഒത്തില്ല. വന്നാലടി ഓടുകയിൽ എന്നെ അടിക്കാൻ കിട്ടുന്നത് കണ്ടപ്പോൾ അടിക്കാൻ വരുമ്പോൾ ഞാൻ ഓടുമായിരുന്നു. ഒടുവിൽ എന്നെ പിടിച്ച് കെട്ടിയിട്ടടിച്ചു. അത് തന്നെ എൻ്റെ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കാത്ത കഷ്ടപ്പാട് ഞാൻ അനുഭവിച്ചു. ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എന്നെ ഒരു ദിവസം ഒരു കാപ്പി മരം, ചെറിയ കാപ്പി മരം നിറയെ നീറ് അതിൻ്റെ ചുവട്ടെന്നെ കെട്ടിയിട്ടു. എൻ്റെ കൈ കെട്ടിയിട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ജീവിതം മക്കളെ അനുഭവിച്ചു. ഒടുവിൽ എൻ്റെ കൊച്ചമ്മോൻ എൻ്റെ നിലവിളി കേട്ട് വന്ന് ചെന്നെ അയച്ചു വിട്ടു. ഇനി ബാക്കി എന്ത് പറഞ്ഞില്ല. എന്നാലേ ഞാൻ മക്കളെ ഞാൻ ആരെയും ചോദിക്കാൻ പോയില്ല. എൻ്റെ അപ്പൻ നിങ്ങളോട് ചെറുപ്പത്തെ പറഞ്ഞുള്ള കഥകളാണ്, കഥകൾ പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ അപ്പൻ അമ്മയ്ക്കടിമയാണ്. അമ്മ പറയുന്ന എന്തും കേട്ടിട്ട് അത് തക്കതായിട്ട് പ്രതികരിക്കും. സഹോദരങ്ങളെ, ഞാൻ 10ാം ക്ലാസ് പരാപരം മാർക്ക് മേടിച്ച് പാസ്സായ മനുഷ്യനാണ്. അപ്പോൾ ഒന്നും കൂടുതൽ പറയുന്നില്ല, ചുരുക്കി പറയാം. എൻ്റെ സഹോദരി ഗൾഫിലാണ്. അവളെ നീ കോളേജിൽ പോകും. അപ്പോൾ എനിക്ക് മാർക്ക് കുറവായതാൽ എനിക്ക് 1ഉം 2ഉം ഗ്രൂപ്പ് കിട്ടത്തില്ല. മൂന്നാമത്തേത് അതെങ്കിലും ആകട്ടെ. അപ്പോൾ കുറച്ച് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് കിട്ടുമല്ലോ, എന്നനുസരിച്ച് പോകാമെന്ന് കരുതി എൻ്റെ ഈ എഴുത്ത് കിട്ടി. ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു പറഞ്ഞു, എൻ്റെ മക്കൾ സമ്പാദിക്കുന്ന കാശ് നിനക്ക് കണ്ടമാനം കളയാൻ ഉള്ളതല്ല. മകളെ, ഞാൻ ഇന്നും ഞാൻ പറയാമല്ലോ, ഞാൻ ഇവിടെ നടക്കുന്ന സമയത്താണെങ്കിലും ഒരുവിധമായ കാര്യത്തിൽ പോകാറില്ല. പിക്ചർ കാണാനോ വേറൊന്നിനോ പോകാറില്ല, മദ്യപിക്കാറില്ല, ഒന്നുമില്ല. ഗൾഫിൽ പോയിട്ട് പോലും ഞാൻ തിയേറ്ററിൽ യേശുദാസിൻ്റെ പാട്ട് വന്നതൊക്കെ എന്നെ ആൾക്കാർ വിളിച്ചുകൊണ്ട് പോയി. ഞങ്ങൾ കുടുംബസമേതമാണ് പോയത്, ഞാനും ഭാര്യയും കൂടെ. എന്തൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നു. ഇനി കരയുമെങ്കിൽ ഞാൻ പോകാത്ത വഴികളില്ല. പി ജി വിശ്വംഭരൻ്റെ ദാദായ്ക്കകത്ത് ആക്ട് ചെയ്തു. ആ ദരിദ്രവാസി അവൻ്റെ ഉദ്ദേശം എന്തുമായിരുന്നു? അവനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മനോരമയുടെ ബോബൻ മോഡിയുടെ പ്രശ്നമുണ്ടായപ്പോൾ ഒരാളുണ്ടായിരുന്നു, ഒരു ഫിലിം എടുത്ത ആൾ. അത് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പുത്തയ്യാക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഓർക്കുന്നില്ല, പോട്ടെ. ആ മനുഷ്യനെ രാജൻ പി ദേവൻ ഇവനെ നമ്മുടെ പി ജി വിശ്വനെ പരിചയപ്പെടുത്തിയത്.
അവർ തമ്മിലുള്ള എഗ്രിമെൻ്റ് എന്താണെന്ന് എനിക്കറിയില്ല. എന്നോട് ഇദ്ദേഹം പോയി പറഞ്ഞു അവിടെ ചെന്ന് കാണാൻ. അതിൻ്റെയൊക്കെ പുറയിലുള്ള ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല. ഉടനെ ഞാൻ ഗുരുവായൂർ താമസിക്കുക, ചെന്ന് ഇന്ന ഹോട്ടലിൽ വരണം, അവിടെ വന്നാൽ അക്കോമഡേഷൻ നാം റെഡിയാക്കാം. എനിക്ക് അക്കോമഡേഷൻ കിട്ടി. ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടുന്ന് കിഴക്കേ നടന്ന് പടിഞ്ഞാറ് ചെല്ലുമ്പോൾ ഗുരുവായൂർ അമ്പലം കഴിഞ്ഞ് വലത്തോട്ട് പോകുമ്പോൾ ഇടത്തെ പുറത്ത് കുളം, സ്നാനത്തിനുള്ള കുളം, അപ്പുറത്തൊരു ലോഡ്ജുണ്ട്. അവിടാണ് അറക്കൽ ഫിലിംസ്. അവന്മാർ ഒരു ഹിന്ദു മുസ്ലിം അവർ രണ്ടുപേരുള്ള ഈ ഷൂട്ടിങ്, ഇവരുടെ പ്രൊഡക്ഷൻ. അപ്പം അവർ താമസിക്കുന്ന ഈ ലോഡ്ജിൽ തന്നെ എനിക്ക് അവിടെ തന്നെ അക്കോമഡേഷൻ കിട്ടി. എന്തിനെ നമ്മളൊരു കാര്യം പറയാം കേട്ടോ. നമ്മളൊരു കാര്യത്തിൽ പുതുതായിട്ടൊരാളെ കൊണ്ടുപോകുമ്പോൾ അവന് വേണ്ടുന്ന അഡ്വൈസ് എന്ത് ചെയ്ത് എങ്ങനെ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കണം. വേണ്ട, PG വിശ്വനാഥൻ ആരാന്നറിയാമോ? അവനെ വിറ്റ കാശ് എൻ്റെ കയ്യിലുണ്ട്. കാരണം എന്നെ പരിചയപ്പെടുത്തിയ ആൾ തന്നെ അവനെക്കുറിച്ച് ശരിയായിട്ട് ബാക്ക്ഗ്രൗണ്ട്, അവനെക്കുറിച്ചുള്ള ഹിസ്റ്ററിയും പറഞ്ഞു തന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ PG വിശ്വംഭരൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ജോസാറേ ഞാൻ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് അല്പസമയം കിട്ടിയപ്പോൾ എന്നോട് സംബന്ധിച്ച ജോസാറേ നമുക്കൊരു ഫിലിം എടുക്കണം. ഞാൻ പറഞ്ഞു, സാറേ ആ ഒരു സാഹചര്യത്തിലല്ല എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഒന്നും അറിയാതെ ഞാൻ ചാടാനൊക്കത്തില്ല. അതിനെനിക്ക് അല്പസമയം വേണം. അതവന് അവനോട് പറഞ്ഞു, എനിക്ക് ഡയറക്റ്റ് ചെയ്തത് 3 ലക്ഷം രൂപ തന്നാൽ മതി, സ്റ്റോറിയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. എനിക്കറിയാൻ വയ്യാത്തന്നു. ഇവനറിയാമെങ്കിൽ ഗൾഫിൽ ഞാൻ ഇരിക്കുമ്പോൾ ചെമ്മീൻ്റെ ഫിലിമിൻ്റെ ഒരു പ്രധാന വ്യക്തി എന്ന് പറഞ്ഞാൽ കൊൻസു ജോർജ് എന്ന് പറഞ്ഞവൻ്റെ അമ്മായപ്പനായിരുന്നു. ഈ കൊൻസു ജോർജ് ആരെന്നറിയാമോ? കേരള ട്രാൻസ്പോർട്ടിൻ്റെ ഫുട്ബോൾ ടീമിലുള്ള ആളായിരുന്നു. അവിടെ ഗൾഫിൽ വന്നത്. അദ്ദേഹം അവിടെ ട്രാവൽ ഏജൻസിയിലെ ജോലി. അപ്പം ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ ഓടത്ത് അടങ്ങിയിരിക്കുന്ന മനുഷ്യനല്ല. ചീട്ടുകളി, ഫുട്ബോള്, ബാഡ്മിൻ്റൺ എല്ലാത്തിനും പോകുന്ന മനുഷ്യരാണ്. അപ്പം ഞങ്ങൾ വെള്ളിയാഴ്ച ഫുട്ബോൾ കളിക്കാൻ പോയ കൂട്ടത്തിൽ ഈ കൊച്ചു ജോർജിനെ പരിചയപ്പെട്ടു. അപ്പം ഈ ഒരു കാര്യമുണ്ട്, ചില മനുഷ്യരെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ആരെ കണ്ടാലും പരിചയപ്പെടുമ്പത്തേക്ക് മറ്റുള്ളവരോട് നമ്മളെക്കുറിച്ച് അന്വേഷിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കളികളൊക്കെ ഇങ്ങനെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കൊൻസു ജോർജും TMA കുഞ്ഞുമോനും എന്ന് പറഞ്ഞാൽ ചിത്രക്കാരനാണ്. പുള്ളി നല്ല മനുഷ്യനാണ്. കൊൻസു പാവം മനുഷ്യനാണ്. TMA കുഞ്ഞോനും കൊൻസു ഞാനും ഞങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് നടക്കുന്ന സമയമാണ്. അപ്പോൾ കൊൻസു ജോർജിനോട് പറഞ്ഞു, ചോദിച്ചേ നമുക്കൊരു ഫിലിം എടുക്കണം. അപ്പം പിള്ളേരെ അമ്മായിപ്പൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അറിയുന്നത്. ഒടുവേ ഞാൻ TMA കുഞ്ഞോനോട് പറഞ്ഞപ്പോൾ കുഞ്ഞോൻ പറഞ്ഞ, കുഞ്ഞേ ഒരു കാര്യം
നമ്മളൊരു കാര്യത്തിറങ്ങിത്തിരിക്കുകയാണെങ്കിൽ എഗ്രിമെൻ്റ് എഴുതി ഒപ്പിടാതെ പോകരുത്. അല്ലാതെ ഒരു കാര്യത്തിലും കാരണം മുടക്കരുത്. അപ്പോൾ അതിന് മുമ്പായിട്ട് കൊച്ചു പറഞ്ഞു, അച്ഛനെ ഞാൻ ഇത്ര വർഷമായി വിവാഹം കഴിച്ചിട്ട് ഞാൻ ക്രിസ്തുമസ് ആഘോഷിച്ചിട്ടില്ല. ഞാനിപ്പോൾ ദ്വീപിന് പോവുക. ആവശ്യം വരുവാണെങ്കിൽ അല്പം കാശ് ഞാൻ പറഞ്ഞ് തരാമട്ടോ. പുള്ളി അവധിക്ക് പോയി കാശ് ആവശ്യപ്പെട്ട് ഞാൻ കൊടുത്തു. തിരിച്ചു പുള്ളി വന്നു. അതിനെക്കുറിച്ച് ഒരു അനക്കവുമില്ല, പോട്ടെ. അപ്പോൾ ഞാൻ ചെമ്മ കുഞ്ഞിനോട് പറഞ്ഞു, എന്നോട് പറഞ്ഞു ഒരിക്കലും വേണ്ട. പുള്ളി കൊണ്ടുവന്നിട്ട് നാട്ടിൽ നിന്നിട്ട് കൊച്ചിക്കാരൻ ഒരു മ്യൂസിക് ഡയറക്ടറാണോ ഏറ്റവും ഒരു മനുഷ്യൻ, അത് ഫേമസ് ആയിരുന്നു ആ മനുഷ്യൻ. ഇത് കൊണ്ട് ഒരു സ്റ്റോറിയൊക്കെ എഴുതി എന്നിട്ട് പറഞ്ഞു, നമുക്ക് പാട്ട് ആദ്യം പിടിച്ചെങ്കിൽ ബാക്കി കാര്യം നടക്കത്തുള്ളൂ. അപ്പം കുഞ്ഞോട് പറഞ്ഞു, പോണ്ട, നമ്മളവിടെ ചെന്ന് നമ്മൾ 3 പേരുടെ എഗ്രിമെൻ്റ് എഴുതി ഒപ്പിട്ടല്ലാതെ കൊടുക്കരുത്. ഞാൻ പറഞ്ഞു, മക്കളെ ഇപ്പോൾ ഉടനെ ഒക്കത്തില്ല, നീ തിരിച്ചു വാ. എന്നിട്ട് വേണ്ട ആ കാശ് അതിച്ച് എനിക്ക് എത്ര കിട്ടിയെന്ന് ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല, പോട്ടെ. ആ സമയം ഞാൻ ഗൾഫിലിരിക്കുമ്പോൾ ഫിലിമിന് എന്നിട്ട് എൻ്റെ ഒരു ഖത്തർ ബാഡ്മിൻ്റൺ ക്ലബിൽ ഞാൻ 2 വർഷം ആദ്യത്തെ വർഷം അവിടെ ചെന്ന് കളിച്ചു. അവിടെ എന്നെ ഇൻസെപ്റ്റ് ചെയ്തെങ്കിലും അവിടുത്തെ ബാബു മൊത്തം എന്ന് പറഞ്ഞാൽ ഖത്തർ സ്പോർട്സ് റിപ്പോർട്ടർ, അദ്ദേഹം എന്നെക്കുറിച്ച് അൺഓർത്തഡോക്സ് ജോർജ് തോമസ് എന്നാണ്. കാരണം അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. എന്നെ അങ്ങനെ ആരും തോപ്പിച്ച് വിടാനൊക്കത്തില്ല. കാരണം ടൂർണമെൻറ്റ് വരുന്ന സമയത്ത് 1 മാസം 5 കിലോമീറ്റർ ഓടിയാ ക്ലബിൽ ചെല്ലുന്നത്. എൻ്റെ കിറ്റും തോളത്തിട്ടുണ്ട്. ഞാൻ മിക്ക ദിവസങ്ങളും കുടിക്കുകയൊക്കെ ചെയ്യും. ഞാൻ കളിക്കാൻ ചെല്ലുമ്പോൾ ക്ലബിൽ ടൂർണമെൻറ്റ് കളിക്കാൻ ചെല്ലുമ്പോൾ പാകിസ്ഥാനികളായതിൻ്റെ ഇൻചാർജെല്ലാം അവന്മാരെന്നെ വന്ന് കെട്ടിപ്പിടിക്കും. ഞാൻ കുടിച്ചിട്ടുണ്ട്. യുവമാരൊക്കെ എന്നെ എന്താ വിചാരിച്ച്, യുവമാരല്ല, എന്നെ ആരും ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ അവിടുന്ന് ഒരു പ്രാവശ്യം, ആദ്യത്തെ പ്രാവശ്യം ഞാൻ ചികിത്സ എന്നെ കളിക്ക് ക്ലബിൽ കൊണ്ടുപോയ ജോസഫിനെ തോപ്പിച്ച് അവൻ ചാമ്പ്യനായിരുന്നു. ആദ്യത്തെ വർഷം, 2ാമത്തെ വർഷം അവനെ തോപ്പിച്ചിട്ട് ഞാൻ ചാമ്പ്യനായി. 3ാമത്തെ വർഷം എൻ്റെ ഫൈനൽ നടക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് കൊൻസു എന്നെ ഇൻവൈറ്റ് ചെയ്തു വീട്ടോട്ട്. അവിടെ അവൻ്റെ കാര്യം നടക്കണമത്രേ ഉള്ളൂ. ഫിലിമിൻ്റെ കാര്യം പറയട്ടെ. കുപ്പിയെടുത്ത് മുന്നോട്ട് വച്ചു. അവിടെ നിന്ന് ഒരു കാര്യം, എത്ര കുടിച്ചിട്ടാണെങ്കിലും ഞാൻ വണ്ടി ഓടിച്ചെൻ്റെ വീട്ടിൽ വരും. അവിടുന്ന് പിറ്റേ ദിവസം എനിക്ക് ഫൈനില്ല. ഞാൻ പിറ്റേ ദിവസം എയർപോർട്ടിൽ ചെന്ന് അവിടെ നിന്ന് പറഞ്ഞാൽ എനിക്ക് ഫ്രീഡം ഉണ്ട്. ഞാൻ വണ്ടി ഓടിച്ചേച്ച് എവിടെയെങ്കിലും കൊണ്ടിട്ടേച്ച് അവിടെ എൻ്റെ കൂട്ടുകാരുണ്ട്, എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്, അവരവിടത്തേക്കും എന്ത് വന്നാലും റേഡിയോ മെസ്സേജ് വരും. അത് കേട്ട ഉടനെ ഞാൻ ചേർത്ത് അവിടെ ഇങ്ങോട്ട് മാറും. ഏതായാലും എനിക്ക് ചൂട് വന്ന് എനിക്ക് നേരെ നിൽക്കാൻ വയ്യ. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ അമിതമായി മദ്യപിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് ഒരു വിധത്തിലും ഉന്മേഷം കിട്ടത്തില്ല.
എന്നാൽ ഒരു പെഗ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഒരു മൂമെൻറ്റിൽ ഒരു പെഗ് അടിച്ചിറങ്ങിയാൽ നമ്മുടെ ആ ബ്ലഡ് സർക്കുലേഷൻ പിന്നെയും പഴയപടിയാവും, നമ്മൾ നോർമലാവും. പക്ഷെ അത് നമുക്ക് ഒക്കത്തില്ല ക്ലബിന്. ഏതായാലുമുള്ള ആ ടൂർണമെൻറ്റ് ഞാൻ തോറ്റു. ഈ ജോർജ് മൊത്തം. മൂന്നാമത്തെ വർഷവും 88-ൽ ഞാൻ വീണ്ടും ചാമ്പ്യനായി. ഞാൻ പറഞ്ഞു വരുന്നത് വെറുതുമല്ല, നമ്മളെ ഈ ചാമ്പ്യനായതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ എൻ്റെ അപ്പനാണ്. അതായത് ഞാൻ ബോൾ ബാഡ്മിൻ്റൺ കളിക്കാൻ പോയി, എൻ്റെ ബാറ്റില്ല എങ്കിലും എൻ്റെ കസിൻസിനോട് എനിക്കൊരു ബാറ്റ് കൊടുത്തത് അന്ന് തടിമാറ്റാണ്. അത് കളിച്ചു വരുമ്പോൾ ഞാൻ പുരടത്തുള്ള ഏത്തക്ക കപ്പയുടെ എത്തിൻ്റെ മണ്ടയെ വെച്ച് വരുന്നത്. അന്ന് ബെഡ്റൂമിന് അറ്റാച്ച് ഭാഗത്തൊന്നും അല്ല, കപ്പയുടെ മുകളിൽ ചേരയുടെ ചുവട്ടിലൊക്കെ ആ കാര്യം സാധിക്കുന്നത്. പുള്ളിക്കാരൻ രാവിലെ പോയി കപ്പ ചവിട്ടിയിരുന്ന് കാര്യം സാധിച്ച് ചെന്നിട്ടപ്പോൾ കപ്പയെ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ബാറ്റ് തന്നെ വീണു. ഇതിന് അത് ഓടിച്ചുകൊണ്ട് വന്ന എന്നെ അടിച്ചത്. പക്ഷെ എനിക്ക് പ്രയാസം തോന്നിയില്ല. എന്താണ് എൻ്റെ മനസ്സിൽ ഞാൻ ഒരു കാര്യവും തിന്മയായിട്ട് ചെയ്തില്ല. എനിക്ക് എൻ്റെ ആഗ്രഹം എവിടാണെങ്കിലും ദൈവം സാധിച്ചു തരും. ഞാൻ അവിടെ ചെന്നൊക്കെ എന്നെ വിളിച്ചുകൊണ്ട് പോകാറുണ്ട് ക്ലബിലോട്ട്. അത് എൻ്റെ ഇതല്ല, ആ മനുഷ്യൻ്റെ ആവശ്യമായിരുന്നു. അവന് ലൈസൻസ് ഉണ്ടെങ്കിൽ അവൻ വണ്ടി ഓടിക്കുന്നില്ല, അവൻ നല്ലപോലെ കള്ളടിക്കുന്നവനാ, അവൻ പഴയ ആളാണ്. അതിൻ്റെ ശസ്ത്രമൊക്കെ അവൻ്റെ ചേർത്ത ശസ്ത്രം ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോഴേ എന്നെ വിളിച്ചുകൊണ്ട് പോയി ഏതായാലും കൊള്ളാവും. ഞാൻ 2 വർഷം ചാമ്പ്യനായി. ഞാൻ പറഞ്ഞു വരുന്നതല്ല, നമ്മൾ ദൃഢനിശ്ചയമെടുത്തിട്ട് ഒന്നിനിറങ്ങി. നമ്മുടെ ആഗ്രഹം സാധിക്കുന്നില്ല, ചുറ്റുപാട് നിമിത്തം നമ്മളെ ദൈവം ഒരിക്കലും കൈവിടത്തില്ല. ഞാൻ SSLC എക്സാം കഴിഞ്ഞിട്ട് മക്കളെ 3 രൂപയ്ക്ക് വേണ്ടി എൻ്റെ അപ്പനോട് ചോദിച്ചത് തന്നില്ല ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക്. ഞാൻ അവരോട് വഴക്കിന് പോയില്ല, ഒന്നും പറഞ്ഞില്ല, പോയില്ല. ഞാൻ മാത്രമേ പോകരുതുള്ളൂ. അത് കഴിഞ്ഞ് ദേവി ചേരാനായിട്ട് ഈ നാട്ടിൽ അതിൻ്റെ ചരിത്രം ഞാൻ ഇപ്പം പറയാനൊക്കത്തില്ല. ഞാൻ ദേവി ചേരാനായിട്ട് നാഗ്പൂരിലാണ് പോയത്. നാഗ്പൂരിൽ എൻ്റെ കസ്റ്റൻ എൻ്റെ ഒരു ഫാർമേഴ്സാണ് കൊണ്ടുപോയത്. അവിടുന്ന് നേവി ചേരുന്നതിന് 500 രൂപ ചിലവാണ്. എൻ്റെ ഫാദർ തന്നില്ല. എനിക്ക് ആകെ 50 സെൻറ്റ് എൻ്റെ അപ്പൻ സമ്പാദിച്ചു തന്നുകൊണ്ട് അതെനിക്ക് മരണം വരെ കഴിക്കാനുള്ളതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല. പക്ഷെങ്കിൽ ഞാൻ അവിടെ താമസിച്ചത് നാഗ്പൂർ EME സെൻട്രൽ നമ്പർ 5 ബറ്റാലിയൻ ട്രെയിനിങ് സെൻട്രൽ. അവിടുത്തെ മൂപ്പ് സിംഗ് ആയിരുന്നു ജാട്ട്, അവനായിരുന്നു ബാരക്ക് ഇൻചാർജ്. ബാരക്കിലുള്ളവരെന്ന് പറഞ്ഞാൽ എല്ലാ ജാതിക്കാരുമുണ്ട്. അപ്പം അവരുമായിട്ട് ഞാൻ എപ്പോഴും സഹകരിച്ച് അവരുടെ ബന്ധമൊക്കെ അറേഞ്ച് ചെയ്തേക്ക് വേണ്ട അവരെ പോകാൻ. അതുവരെ അവരോട് അവിടുത്തെ ചായയും പൂരിയും മേടിക്കാൻ കൂടെ പോയി മേടിച്ചു കൊണ്ടുവരും, എല്ലാം സഹകരിച്ച്. ഇവരുമായിട്ട് അവിടെ 2 ലങ്കർ, ഒന്ന് നമ്പർ 5 ബറ്റാലിയൻ ലങ്കർ, ഒന്ന് നമ്പർ 4 ബറ്റാലിയൻ. എവിടെ ചെന്നാലും 11 മണി കഴിഞ്ഞാൽ എനിക്ക് ആഹാരമാണ്. ആദ്യമൊക്കെ എനിക്ക് വലിയ പ്രയാസമായിരുന്നു. മട്ടനാണ്,
ഒരു നേരം ആ മട്ടൻ കറി വെള്ളം പോലെ ആദ്യമായിട്ട് കഴിക്കുക വലിയ പ്രയാസം. പക്ഷെങ്കിൽ ഒടുവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം അതായിരുന്നു. ഏതായാലും കൊള്ളാം. എനിക്ക് കാശ് കിട്ടത്തുന്നത് കണ്ടപ്പോൾ എന്നെ കൊണ്ടുപോയ ആൾ മലയാളികളും പഞ്ചാബികളും എല്ലാം ഉണ്ട്. അവരെല്ലാം കൂടി ചെന്ന് പറ്റി ഇതാകുന്നു. ഓ, അവരെല്ലാം കൂടെ അവരുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ഇതിനോടാണ്. അവർ ട്രെയിനിങ് സമയമാണ്. 65 രൂപയാണ് അവരുടെ ഒരു മാസം ശമ്പളം. അവരെന്നിട്ടും അവരെല്ലാം കൂടെ കാശ് വിരിച്ച് 500 രൂപ കൊടുത്ത് ചെന്നൈ നേവിയിലെടുപ്പിച്ചു. സഹോദരങ്ങളെ, നിങ്ങളിതാ സ്നേഹത്തിൻ്റെ, അതായത് മിലിറ്ററിയോ നേവിയോ എയർഫോഴ്സ് പറയും മിലിറ്ററിയോ നേവി എന്നൊക്കെ പറഞ്ഞാൽ അവർ അന്യോന്യം എപ്പോഴും സ്നേഹിച്ചിരിക്കും. ഞാനെൻ്റെ ജീവിതം അവിടുന്ന് തുടങ്ങി. ഇനിയും ബാക്കി ഞാൻ പറയില്ല. എൻ്റെ ജീവിതം അന്ധകാരത്തിലൊക്കെ ആക്കിയത് എൻ്റെ പെൺമക്കൾ. ഇളയ മോള്, അവളെ കൈവശം കൊടുത്ത് കെട്ടിയ ഒരു നെല്ലുവാസി. അവൻ നിമിത്തം അവന് ആദ്യം വന്നിട്ട് അവൻ എന്നോട് പറഞ്ഞ വാചകങ്ങൾ എൻ്റെ കാശ് പിടിച്ച് നാറി. അവൻ ഇവരുടെ ഒരു കാര്യമുണ്ടല്ലോ, ഈ കള്ളന്മാരെ ആദ്യം കൂടെ നിന്നിട്ട് ഒരു കയ്യിലെല്ലാം കിട്ടിക്കഴിയുമ്പോൾ പിടങ്ങി അങ്ങ് മാറും നിസ്സാര കാര്യത്തിന്. അതാണ് ഇവൻ ചെയ്ത്. അതുകൊണ്ട് എനിക്കെന്താ ദൈവം എന്നെ എനിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കിയോ ഇന്ന് ഞാൻ ജീവിക്കുന്നു. ഇവരൊക്കെ നാളെ അനുഭവിക്കാൻ പോകുന്ന എന്താണെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. ഏതായാലും ഉള്ള മക്കളെ, ഇത്രയും എൻ്റെ ചരിത്രം ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ചരിത്രം പറയാൻ ഒരുപാടുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ ചരിത്രം അറിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ചെറിയ ചേഞ്ച് വരും. പശ്ചാത്താപം ചിലപ്പോൾ വന്നെന്നിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. ലോകം ഇതാണ് മക്കളെ. നമ്മൾ ചെയ്യുന്ന നന്മയ്ക്ക് പകരമല്ല നമുക്ക് തിരിച്ച് കിട്ടുന്നത്. ദൈവം പറഞ്ഞ പോലെ, അതായത് നീ ചെയ്യുന്ന നന്മയ്ക്ക് പകരം നീ അവനിൽ നിന്ന് പ്രത്യുപകാരം ഉദ്ദേശിക്കരുത്. ദൈവം നിനക്ക് തരും. അതേകൊണ്ട് എനിക്ക് പറയാനുള്ളൂ മക്കളെ. ഞാൻ പറഞ്ഞ കഥകളൊക്കെ എൻ്റെ ചരിത്രമാണ്. നിങ്ങൾ ക്ഷമിക്കുക. എൻ്റെ ചരിത്രം ഇനിയും ഞാൻ പറഞ്ഞുകൊണ്ട് വരും.